പശ്ചിമബംഗാളിൽ ഗുരുതരമായ ക്രമസമാധാന തകർച്ചയുണ്ടായെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞു. കടുത്ത ആശങ്കയും ഞെട്ടലും ഉണ്ടാക്കുന്ന സംഭവമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ സ്വമേധയായ എടുത്ത കേസ് കോടതി പരിഗണിച്ചത്. രാജ്യമൊട്ടാകെയുള്ള ആരോഗ്യ പ്രവർത്തകർ സുരക്ഷയിൽ വലിയ വെല്ലുവിളി നേരിടുന്നുവെന്ന് നിരീക്ഷിച്ചാണ് ദേശീയതലത്തിൽ 10-അംഗ ദൌത്യസംഘത്തിന് കോടതി രൂപം നൽകിയത്. നാവികസേന മെഡിക്കൽ വിഭാഗം മേധാവി നേതൃത്വം നൽകും. എയിംസ് ഡയറക്ടറും അംഗമാകും. ക്യാബിനറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സെക്രട്ടറിമാർ അനൌദ്യോഗിക അംഗങ്ങളുമാകും. നാവികസേന മെഡിക്കൽ വിഭാഗം മേധാവി സർജന്റ് വൈസ് അഡ്മിറൽ ഡോക്ടർ ആർ സരിന്റെ നേതൃത്വത്തിലാണ് സംഘം രൂപീകരിച്ചത്. ഡോക്ടർമാർക്കെതിരായ അക്രമം തടയാൻ കേരളത്തിലടക്കം നിയമമുണ്ടെങ്കിലും മെഡിക്കൽ രംഗത്തെ സുരക്ഷാ വീഴ്ച തടയാനാവുന്നില്ലെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. കൊൽക്കത്ത സംഭവത്തിൽ വ്യാഴാഴ്ച തൽസ്ഥിതി അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ സിബിഐയോട് കോടതി നിർദ്ദേശം നൽകി. വനിതാ ജീവനക്കാരാണ് ആശുപത്രികളിൽ കൂടുതൽ ആക്രമണങ്ങൾക്കിരയാകുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. അവരുടെ ജീവൻ രക്ഷിക്കാൻ സംവിധാനങ്ങളുടെ വലിയ പോരായ്മയുണ്ട്. കേരളത്തിലടക്കം നിയമമുണ്ടെങ്കിലും പര്യാപ്തമല്ല. ഭക്ഷണം പോലും ഇല്ലാതെ മണിക്കൂറുകളോളം ഡോക്ടർമാർക്ക് ജോലി ചെയ്യേണ്ടി വരുന്നു. പരാതിപ്പെട്ടാൽ ജോലി പോകുമെന്ന ഭയവും. ഈ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. അത്യാഹിത വിഭാഗങ്ങളിൽ കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ വിന്യസിക്കണം. ലഗേജുകൾ പരിശോധിച്ച ആയുധങ്ങൾ ആശുപത്രികളിലേക്ക് കടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പ്രത്യേക വിശ്രമമുറികൾ വേണം. ആൺപെൺ ഭേദമുണ്ടാകണം തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. കൊൽക്കത്ത സംഭവത്തിൽ ആശുപത്രിയുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ഓരോന്നായി കോടതി എണ്ണമിട്ടു പറഞ്ഞു. മൃഗീയ കൊലപാതകത്തെ ആത്മഹത്യയാക്കാനാണ് ശ്രമിച്ചതെന്നും കോടതി നിരീക്ഷിച്ചു. സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ചയുണ്ടെന്ന കേന്ദ്രം ചൂണ്ടിക്കാട്ടിയപ്പോൾ 7000-ഓളം അക്രമികൾക്ക് ആശുപത്രിയിൽ തള്ളിക്കയറാനായത് പോലീസിന്റെ വീഴ്ചയാണെന്ന് കോടതി നിരീക്ഷിച്ചു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.